മാത്രമല്ല കേന്ദ്ര സർക്കാർ കിട്ടിയ പണം കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ മെയ്ഡ്, മെയ്ക്ക് ഇൻ ഇന്ത്യ ഉപയോഗിക്കണമെന്നുള്ള കണ്ടീഷൻ ഇവർ തന്നെ ഫോണിൽ വെച്ചിരിക്കുന്നത്, സർക്കാർ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് നിലവാരം കുറഞ്ഞ കേബിളാണ് ചൈനയിൽ നിന്ന് വരുത്തിയത്. അപ്പോൾ ചോദിച്ചാൽ ആര് പറഞ്ഞു നിലവാരം കുറഞ്ഞാണെന്ന്? എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുന്നത്. അത് വി ഡി സതീശൻ പറഞ്ഞതല്ല, KSEB പറഞ്ഞതാണ് നിലവാരം കുറഞ്ഞ കേബിളാണ്. ആരോടാ പറഞ്ഞത്? ഞങ്ങളോടല്ല, CNDGയോടാണ് പറഞ്ഞത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ, അവർ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരോടാണ് പറഞ്ഞത് ഇത് നിലവാരം കുറഞ്ഞ കേബിളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ രേഖകളുണ്ട്. എന്നിട്ട് ന്യായീകരിക്കുകയാണ്, ഇപ്പോഴും ന്യായീകരിക്കുക. അതുപോലെ തന്നെ ഈ പരീക്ഷാ വിവാദത്തിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ കാട്ടാക്കടയിൽ കൃത്രിമം കാണിച്ച SFIയുടെ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിട്ടില്ല. നാടിനെ ഞെട്ടിക്കുന്ന കൃത്രിമം ഫോർജറിയാണ് കാണിച്ചത്, അവർ നടക്കുകയാണ്. അപ്പോൾ ഇരട്ട നീതിയാണ് കേരളത്തിൽ. SFI നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്താൽ അവരെ അറസ്റ്റ് ചെയ്യില്ല, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്ത സംഭവമാണ്. മഹാരാജാസിലെ പ്രിൻസിപ്പൽ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായം. ഒറ്റ ചോദ്യമുള്ളൂ SFI സംസ്ഥാന സെക്രട്ടറിയുടെ പരീക്ഷയെക്കുറിച്ച്. ഇവരെല്ലാം പറയുന്നുണ്ട് NICക്ക് പറ്റിയ തെറ്റാണ്, NIC ഇതിനു മുമ്പും തെറ്റ് വരുത്തിയിട്ടുണ്ട് പറയുന്നുണ്ടല്ലോ. NICയുടെ റിസൾട്ട് വന്നാൽ സാധാരണയുള്ള പ്രൊസീജിയർ എന്താ? അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ യോഗം ചേർന്ന് ഈ റിസൾട്ട് ഓരോന്നും പരിശോധിച്ച് അതിൻ്റെ വിജയ ശതമാനം കണക്കാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് മഹാരാജാസ് കോളേജിൻ്റെ ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇടുന്നത്. അപ്പം നിരന്തരമായി NICയിൽ തെറ്റ് വരാറുണ്ടെങ്കിൽ ഈ SFI സംസ്ഥാന സെക്രട്ടറിയുടെ റിസൾട്ട് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാതെ, NICയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് പരിശോധിക്കാതെ മഹാരാജാസിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടത്? അതിന് ഈ പ്രിൻസിപ്പൽ മറുപടി പറയണം. അദ്ദേഹമാണ് പറഞ്ഞത് NIC തെറ്റ് വരുത്താറുണ്ട്. ഞങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, NIC തെറ്റ് വരുത്താറുണ്ട്. NIC തെറ്റ് വരുത്താറുണ്ടെങ്കിൽ മഹാരാജാസ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇടുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു പ്രൊസീജിയറുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ മീറ്റിംഗ് കൂടി ഓരോന്നോരോന്നും പരിശോധിച്ച് വിജയ ശതമാനം വരെ ഫിക്സ് ചെയ്തിട്ട് വേണം ഇതിലിടാനെന്ന്. ആ പ്രൊസീജിയറൂടെ നടത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും എങ്ങനെയാണ് SFI സംസ്ഥാന സെക്രട്ടറി ജയിച്ചതായിട്ട് മഹാരാജാസിൻ്റെ വെബ്സൈറ്റിൽ വന്നത്? ഇതെല്ലാം ഗൂഢാലോചനയാണ്. അതേ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് മഹാരാജാസിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൃത്രിമം ചെയ്തു. ഒരു അധ്യാപകൻ, കോൺഗ്രസ്സുകാരനല്ലല്ലോ അധ്യാപകൻ, CPM സംഘടനയിൽപ്പെട്ട അധ്യാപകനാണ്. ആ അധ്യാപകൻ ഈ കൃത്രിമത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തുകയാണ്. സ്വന്തം പാർട്ടിയിലെ അധ്യാപകനാണ്, സ്വന്തം പാർട്ടിക്കാരനാണ്, ഞങ്ങളാളൊന്നും കൃത്രിമത്തിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട്.